അതെ, പരീക്ഷണമൊന്നും വേണ്ട. തൽക്കാലം നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോവാം. ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് ഒരു ബിസിനസ്സുകാരിയാവുക എന്ന്. സത്യ, ചില സാഹചര്യങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുന്നത്. ഗ്രില്ല് തുറന്നെടുക്കായിരുന്നല്ലോ, പിന്നെന്തിനാ ബെല്ലടിച്ചത്? മര്യാദകൾ വേണ്ട സ്ഥലത്ത് അത് പാലിക്കണ്ടേ? എങ്കിൽ ഇരിക്കെ. ഇല്ല, എനിക്ക് പോണം. ഞാൻ ഈ പുസ്തകങ്ങൾ തരാൻ വേണ്ടി വന്നതാ. എല്ലാം ഉണ്ടോ എന്ന് നോക്കിക്കൊള്ളണം. പുസ്തകങ്ങൾക്ക് എന്തെങ്കിലും കേടുപാട് പറ്റിയിട്ടുണ്ടെങ്കിൽ അതും. തനിക്ക് ഞാൻ പുസ്തകങ്ങൾ എത്ര തന്നു എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. ആ കണക്കുണ്ടെങ്കിലല്ലേ തിരിച്ചു തരുമ്പോൾ നോക്കാൻ പറ്റൂ. ഞാനൊന്നും മാറ്റി വെച്ചിട്ടില്ല. അങ്ങനെ ചെയ്തു എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ആ സേവിയർ, എപ്പോ കാണാം? ആ ഓക്കെ, ഞാൻ വന്നോളാം. ശരി. അശ്വതി ഒരു കാര്യം ഏൽപ്പിച്ചിരുന്നല്ലോ, ഒരു സാമ്പത്തിക വിഷയം സംസാരിക്കാൻ. അവരാ വിളിച്ചത്. കുറച്ച് കഴിഞ്ഞ് കാണാമെന്ന് പറഞ്ഞു. ആവണിക്ക് എന്താ പറ്റിയേ? വഴിയിൽ വെച്ച് കണ്ട സംസാരമില്ല, പുസ്തകങ്ങളെല്ലാം കൊണ്ടുവന്ന് തിരിച്ചു തരിക. എന്താ പ്ലാൻ? എന്ത് പ്ലാൻ? ഞാൻ ഇനി ഒരു രീതിയിലും സാറിനെ ബുദ്ധിമുട്ടിക്കില്ല. അത് ശരിയാവില്ല സാർ. ചില സ്ഥലങ്ങളിൽ നമുക്ക് ചില സ്വാതന്ത്ര്യങ്ങളുണ്ടെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കില്ലേ? അത് സ്വാഭാവിക. അതിൻ്റെ പേരിൽ സാറിനോട് അടുപ്പമൊന്നും കാണിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് മണ്ടത്തരം പറ്റി. ഞാൻ കുറച്ച് സ്വാതന്ത്ര്യം എടുത്തു, അടുപ്പം കാണിച്ചു. സാർ ഈ പറയുന്നതൊക്കെ തെറ്റി എഴുതിയൊരു പേപ്പർ ചുരുട്ടി എറിയുന്നത് പോലെ എളുപ്പമാണ്. പക്ഷേ എല്ലാരെ കൊണ്ടത് പറ്റില്ലല്ലോ. എന്തുകൊണ്ടാ പറ്റാത്ത? മനുഷ്യരായതുകൊണ്ട്. എൻ്റെ വീട്ടിൽ ചേട്ടനും ചേച്ചിയൊക്കെ ഒരുപാട് കളിയാക്കുമായിരുന്നു. സാറിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നു, സാറിൻ്റെ കാര്യത്തിൽ ഒരുപാട് ടെൻഷനാകുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ തർക്കിക്കും. സാർ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്, അപ്പോൾ എനിക്ക് ഇച്ചിരി ടെൻഷനൊക്കെ ഉണ്ടായാൽ എന്താ കുഴപ്പമെന്നൊക്കെ. അപ്പോൾ അവർ പറഞ്ഞതാ ശരി. ഞാൻ സാറിൻ്റെ വെറൊരു സ്റ്റുഡൻ്റാ. താനതിന് ഇങ്ങനെ കനമുള്ള വാക്കുകളൊന്നും എടുത്ത് ഉപയോഗിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇവിടെ അതിന് മാത്രം ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് സാറിന് തോന്നും, പക്ഷെ എനിക്കങ്ങനെ തോന്നുന്നില്ല. അപ്പൊ താനിനി ഇങ്ങോട്ട് വരുന്നതേ ഇല്ല? വരാതിരിക്കാൻ ഞാൻ നോക്കാം. അത്യാവശ്യ കാര്യങ്ങൾക്ക് വന്ന് അന്വേഷിക്കാൻ ഇപ്പൊ ആളുണ്ടല്ലോ. താൻ വരുന്നില്ലെന്ന് തീരുമാനിച്ചാൽ എനിക്കതിൽ പരാതിയൊന്നുമില്ല. കാരണം വിശേഷങ്ങൾ അന്വേഷിക്കാൻ താനുണ്ടാവുമെന്ന് കരുതിയൊന്നും അല്ലല്ലോ ഞാൻ ജീവിക്കുന്നത്. എനിക്ക് എത്ര കേമത്തുണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. സാറിന് ഒരാളുടെ സഹായം വേണ്ട. സാറിന് നന്നായിട്ട് ജീവിക്കാനും അറിയാം. എന്നെ കാണുന്നതിന് മുമ്പും ജീവിച്ച ആളാണല്ലോ. അല്ലെങ്കിലും ഞാൻ എന്തിനാ ഇതൊക്കെ പറയുന്നേ? എല്ലാം അവസാനിപ്പിച്ച് പോകണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല കേട്ടോ. വരാൻ തോന്നിയാ വരാം, സംസാരിക്കണമെന്ന് തോന്നിയാൽ സംസാരിക്കാം. അത്ര നാണം കെട്ട അവസ്ഥ എന്തായാലും എനിക്കില്ല. സാറിനെ കാണുന്നതിന് മുമ്പ് ഞാനും ജീവിച്ചിട്ടുണ്ടല്ലോ. പോട്ടെ. മുത്തശ്ശ, ഞാൻ ഈ ആമിയും കൂടെ മുകളിൽ ഡാൻസ് പ്രാക്ടീസ് ചെയ്യായിരുന്നു. ഇവൻ വന്ന് ശല്യം ചെയ്ത് എല്ലാം കുളമാക്കി. അല്ലെങ്കിലും ഈ ഇടയായിട്ട് ഇവരിത്തിരി കുട്ടിക്കളി കൂടുന്നുണ്ട്. അതെങ്ങനെയാ? അമ്മ കൊഞ്ചിച്ച് തലേ കയറ്റി വെച്ചിരിക്കല്ലേ. എടാ, ഞങ്ങള് കളിക്കുന്ന കണ്ടിട്ട് നിനക്ക് കുശുമ്പ് കയറിയതല്ലേടാ. ഓ, നിങ്ങളെന്താ കാണിച്ചത്? ഇങ്ങനെ ആർക്കാ പറ്റാത്തത്? വേണം കുട്ടിച്ച് ചെയ്യുമല്ലോ. എന്നെ അതിലൊന്നും വലിച്ചഴക്കണ്ട. ഞാൻ ഏതായാലും അതൊന്നും ചെയ്യാൻ പോകുന്നില്ല. യാമി, ഇവൻ നമ്മുടെ ഡാൻസ് കൊളാക്കിയതിന്റെ ശിക്ഷയായിട്ട് ഇവനെ കൊണ്ട് ഡാൻസ് കളിപ്പിച്ചാലോ? പിന്നെ ഒരുപാട് കളിക്കും. മര്യാദയ്ക്ക് കളിക്കടാ അങ്ങോട്ട്. നീയും കളിക്കും. കണ്ടോ ലക്ഷ്മിയമ്മേ? അതെ, രണ്ടാളും എന്റെ മോനെ അങ്ങ് വിട്ടേ. പോടാ. നമ്മുടെ കുടുംബത്തിന്റെ നഷ്ടപ്പെട്ട എല്ലാ സന്തോഷവും തിരിച്ചു കിട്ടി. ആ,
എല്ലാവരോടുമായിട്ടാ ലക്ഷ്മിയമ്മ ഈ പറയുന്നത്. ഈ സന്തോഷം നിലനിൽക്കരുതെന്ന ആഗ്രഹവുമായി ചിലരെങ്കിലും പുറത്തുണ്ട്. അവര് ചിലപ്പോ ഏതെങ്കിലും രൂപത്തിൽ ഇതില്ലാതാക്കാൻ നോക്കും. അതിലൊന്നും ആരും വീണുപോകാതെ നോക്കണേ. എന്തിനാ ലക്ഷ്മിയമ്മ ഇങ്ങനെ വളച്ചൊടിച്ച് പറയുന്നത്? അച്ഛൻ പണിയരുന്ന് പറഞ്ഞാ പോരെ? ലക്ഷ്മി പറഞ്ഞതിൽ കാര്യമുണ്ട് മക്കളെ. നിങ്ങൾ തമ്മിലുള്ള ഈ ഐക്യമുണ്ടല്ലോ, അതെപ്പോഴും ഉണ്ടാവണം. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നാ അത് അപ്പൊ തന്നെ പറഞ്ഞു തീർക്കണം. ആര് തമ്മിൽ പ്രശ്നം ഉണ്ടാവാനാ കുട്ടിച്ച? ഞങ്ങള് സെറ്റല്ലേ? അതെ കുട്ടിച്ച. കുട്ടിച്ചനും ലക്ഷ്മിയമ്മയ്ക്കും ഇപ്പൊ എന്താ കഴിക്കാൻ തോന്നുന്നത്? ആ, ഈ നേരത്തെ എന്ത് കഴിക്കാനാ? അല്ല, മക്കൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ കുട്ടിച്ചൻ പോയി വാങ്ങിച്ചുകൊണ്ട് വരാം. വാങ്ങിച്ചോണ്ട് വരുന്ന കാര്യമൊന്നുമല്ല, എന്തെങ്കിലും ഉണ്ടാക്കാം. എന്തുണ്ടാക്കാൻ? ചേച്ചി വിചാരിച്ച വല്ല പ്രശ്നം ഉണ്ടാക്കാൻ പറ്റും, അല്ലാതെ അടുക്കളയിലൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. നീ പോടാ. കമല, നമുക്ക് കേറിയാലോ? എന്നാ പിന്നെ ഇവരൊന്ന് ഞെട്ടിച്ചേക്കാം അല്ലേ? ഞെട്ടിക്കുമ്പോ ശരിക്കൊന്നും ഞെട്ടിക്കണേ. പിന്നെ ജീവിതത്തിൽ ആരും കഴിക്കരുത്. ഇവൻ എന്ന് വാചകം ഇത്തിരി കൂടുതലാണല്ലോ. ഒരു കാര്യം ചെയ്യാം, ഇവനും കൂടെ ഒന്ന് അടുക്കളയിലേക്ക് പോരട്ടെ. ഞാനില്ല. യാമി പൊക്കടി ഇവിടെ. വാടാ. ഞാൻ വരൂല. വിട്, വിട്, എന്നെ വിട്. വാ, 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 ഞാൻ നടക്ക്, വരൂല. നടക്ക്, നടക്കടാ. വിട്. ലക്ഷ്മി, ജീവിതം ഇപ്പൊ എന്തൊരു രസമല്ലേ? രസം തന്നെ. അസൂയക്കാരുടെ അടുത്ത പണി എന്താണാവോ? ആ, ഇനി എന്തായാലും കാണില്ല. ഒരിക്കലും ചൂടുവെള്ളത്തിൽ വീണതുകൊണ്ട് ആ ഓർമ്മ കാണും. ദൈവമേ, എന്റെ മക്കളുടെ സന്തോഷം എന്നും ഇങ്ങനെ നിലനിർത്തി തരണേ എന്റെ ഈശ്വര. ആ വന്നു, ഞാൻ വിളിക്കാം. സോറി, ഞാൻ ഏയ്. ലേറ്റ് ആയോ? സാരമില്ല, ഇവിടെയാണോ അദ്ദേഹത്തെ കാണുന്നത്? പുള്ളിക്കാരൻ ഇവിടെ ഒന്നും വരില്ല സാറേ. നമ്മൾ അങ്ങോട്ട് പോയി കാണണം. എങ്കിൽ പോ. എന്റെ പൊന്നു സാറേ, പോകുന്നതിന് മുമ്പ് ഒരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞേക്കാം. ഞങ്ങളോട് സംസാരിക്കുന്ന പോലെ സാർ പുള്ളിക്കാരനോട് കയറി സംസാരിക്കരുത്. എപ്പോഴാ നിയന്ത്രണം വിടുക എന്ന് പറയാൻ പറ്റില്ല. അഥവാ നിയന്ത്രണം വിട്ട് പോയാൽ പിന്നെ നമ്മളിൽ ആരുടെ തലയാ പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. ഞാനിപ്പോൾ അദ്ദേഹത്തോട് ഫൈറ്റ് ചെയ്യാൻ പോകുന്നതൊന്നും അല്ലല്ലോ. ഒരു കാര്യമുണ്ട്, അതൊന്ന് സംസാരിക്കണം, അത്രയേ ഉള്ളൂ. അത്രേ ഉള്ളൂ. പക്ഷെ പുള്ളിക്കാരൻ സംസാരിച്ചു തുടങ്ങുമ്പോൾ സാർ വായും പൊത്തി അവിടെ നിന്നേക്കണം. ഇടയിൽ കയറുകയോ എതിർത്ത് സംസാരിക്കുകയോ ചെയ്താൽ പിന്നെ എന്താ സംഭവിക്കുക എന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല. സത്യത്തിൽ സാറ് കാണിച്ചൊരു മണ്ടത്തരവാ. സാറിന് നേരെ ഒരു ജോലിയുണ്ട്, പിള്ളേർക്ക് ബഹുമാനവും ഉണ്ട്. അതുമായിട്ടങ്ങ് കഴിഞ്ഞാൽ പോരെ സാറേ? നമ്മുടെ പണിസ്ഥലത്ത് കയറി വേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു അത്യാവശ്യം വരുമ്പോൾ അത് ചെയ്തു തീർക്കാനല്ലേ നോക്കൂ. അതിനുവേണ്ടി എങ്ങോട്ടാ പോകേണ്ടതെന്നുള്ളത് കാര്യമാക്കില്ലല്ലോ. അതുപോലെ സീനിയർ ആവുമ്പോൾ ശ്രദ്ധിച്ച് പെരുമാറിക്കോളാം. എങ്കിൽ സാറിന് നല്ലത്. അത്രയേ ഉള്ളൂ. എന്നാ പിന്നെ നമുക്കങ്ങ് പോവാം. സാറ് കയറ്. ശരി ഫാദർ, ഞാൻ വിളിച്ചോളാം. മൈഥിലി, 1 മിനിറ്റ്. എന്താ? എനിക്കല്പം സീരിയസ് ആയിട്ട് സംസാരിക്കാനുണ്ട്. സീരിയസോ? നമ്മൾ തമ്മിലോ? മൈഥിലി പ്ലീസ്, താനിരിക്കേ. ഇരിക്കുന്നില്ല, കാര്യം പറഞ്ഞോളൂ. രഞ്ജിത്തിന്റെ കൂടെ ബിസിനസ്സിൽ ഇറങ്ങുന്നു എന്ന് താനൊരു വാശിക്ക് പറഞ്ഞതല്ലേ? വാശി കാണിക്കാനും പറയാനും ഒക്കെ വേറെ എത്രയോ കാര്യങ്ങളുണ്ട്. എന്തിനാ ബിസിനസിനെ കുറിച്ച് പറയുന്നത്? ഞാനിത് ഗൗരവമായിട്ട് എടുത്തൊരു തീരുമാനമാണ്. ആ തീരുമാനം തിരുത്തണം. എന്തിന്? എന്റെ വീഴ്ചകളെ പരിഹസിക്കുന്ന ബിസിനസ് ലോകത്ത് തന്റെ വരവ് ഒരു വലിയ ചർച്ചയാവും. താൻ ബിസിനസ്സിലെ നേട്ടങ്ങളൊന്നും കൊയ്തില്ലെങ്കിലും ആളുകൾ അത് വെച്ച് എന്നെ പരിഹസിക്കും. സോ സാരിങ്ങനെ ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ ആരെങ്കിലും പരിഹസിക്കുന്ന എന്തിനാ? ഞാനിതിനെ ടെൻഷൻ അടിക്കേണ്ട കാര്യം? നമ്മൾ വെറും അയൽക്കാരല്ലേ, ഒരേ വീട്ടിൽ താമസിക്കേണ്ടി വരുന്ന വെറും അയൽക്കാർ. മൈഥിലി, ബിസിനസ്സിൽ ഇറങ്ങാൻ താൻ തീരുമാനിച്ചാല് എന്ത് വില കൊടുത്തും എനിക്കത് തടയേണ്ടി വരും. അതിന് ഞാൻ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോ അത് തനിക്കൊരിക്കലും തീരാത്ത വേദനയായി മാറും. ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊന്ന് പൊട്ടിച്ചിരിച്ചേനെ. എനിക്ക് വേദന തരുന്നതിനെ കുറിച്ച് എത്ര ഭംഗിയായിട്ടാ സാരംഗ് സംസാരിക്കുന്നത്. ഇത്രയും കാലം നിങ്ങൾ ചെയ്തോണ്ടിരുന്നത് എന്താ? ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് എന്താ? മൈഥിലി, ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. താനിത് അനുസരിച്ചേ പറ്റൂ. സാരംഗ്, നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കിയേ പറ്റൂ. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യത്തിനെ കുറിച്ച് സംസാരിച്ചാൽ നിർബന്ധമായിട്ട് ഞാനത് ചെയ്യും. എനിക്കിപ്പോൾ നിങ്ങളെ തോൽപ്പിക്കാൻ നല്ല വാശിയാ.
നിങ്ങൾ ഒരു തരത്തിലും ഒരു നീതി അർഹിക്കുന്നവനല്ല. അതുകൊണ്ട് നമുക്ക് ഫൈറ്റ് ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ കഴിവ് കാണിക്കേ. എന്നെ കൊണ്ടാവുന്ന ഞാനും ചെയ്യാം. ബിസിനസ്സിൽ എൻ്റെ എതിരാളികളെ കൊല്ലാൻ പോലും മടിക്കാത്തവനാ ഞാൻ. എന്തോ എനിക്ക് പേടിയൊന്നും തോന്നില്ല സാരംഗ്. അത് ചിലപ്പോ സ്ഥിരമായിട്ട് ഭീഷണി കേട്ട് ശീലിച്ചുകൊണ്ടാവുമല്ലേ. മൈഥിലി, ഞാൻ കാര്യമായിട്ടാ പറയുന്നേ. ഒച്ചയൊന്നും വെക്കണ്ട. അതുകൊണ്ട് ഒരു മാറ്റം ഉണ്ടാവാൻ പോണില്ല. ഞാൻ ഈ പറയുന്നത് സാരംഗ് കൃത്യമായിട്ട് മനസ്സിലെഴുതി വെച്ചോ. നിങ്ങൾ രാജാവായി നടന്ന ബിസിനസ് ഫീൽഡിൽ ഒരു തവണയെങ്കിലും ഞാൻ നിങ്ങളെ അടിയറവ് പറയിപ്പിക്കും. ഇത്രയൊക്കെ നിങ്ങളുടെ അടുത്ത് നിന്ന് സഹിച്ച ഞാൻ അതെങ്കിലും ചെയ്യണ്ടേ സാരംഗ്? അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ. ഞാൻ തിരിച്ചു വരവാൻ ശ്രമിക്കുന്ന ബിസിനസ് ഫീൽഡിൽ എനിക്ക് ഏറ്റവും വലിയ എതിരാളിയായി നീ പാടുപെടും മൈഥിലി. ഒരു കരുണയും കാണിക്കില്ല ഞാൻ നിന്നോടും നിന്റെ മക്കളോടും. ശരി, ഞാനിതൊരു ചാലഞ്ചായിട്ട് എടുക്കുക. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചാലഞ്ച്. അദ്ദേഹം വരാറായില്ലേ? ഒന്ന് പിടയ്ക്കാതിരിക്കും സാറേ. ഈ ഒരു കാര്യം മാത്രമല്ല, 100,000 ജോലിയുണ്ട് പുള്ളിക്കാരന്. അതിനിടയ്ക്ക് എത്തണ്ടേ? പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ആവേശമൊന്നും കാണിച്ചു കളയരുത്. കാണിച്ചാൽ സാറിന് തന്നെ പണി കിട്ടും. സാറിനെ പേടിക്കൊന്നും വേണ്ട, ഒരു മയത്തിലങ്ങ് നിന്നാ മതി. ആ, സാറ് വരുന്നു. എന്താ സേവറെ, രാവിലെ ഞാൻ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തോ? ചെയ്തു സാറേ. ആ ജ്വല്ലറി ഉടമ ഉണ്ടല്ലോ ഹരീന്ദ്രൻ, അയാളൊന്ന് ഉടക്കി. എന്നിട്ട് 2 എണ്ണം പൊട്ടിക്കേണ്ടി വന്നു. അതും അവന്റെ ഷോപ്പിൽ വെച്ച്. അത് സാരമില്ല. നെറുകില്ലാത്തവനെ തല്ലാൻ സ്ഥലം നോക്കേണ്ട ആവശ്യമില്ല. പറ, ഇതെന്താ ആവശ്യം? അല്ല, നിങ്ങൾ തമ്മിൽ അറിയില്ലേ? പിന്നെ ജീവൻ സാറിനെ എനിക്കറിയില്ലേ? എന്റെ അധ്യാപകനല്ലേ? കോളേജിൽ എല്ലാവരും ബഹുമാനിക്കുന്ന അധ്യാപകൻ. സാറേ, കോളേജ്, അവിടുത്തെ പഠിപ്പ്, അവിടുത്തെ പഠിപ്പിക്കൽ, അത് ഞാനങ്ങ് തള്ളി വെക്കുക. സാർ ഒരാളെ കാണാൻ വന്നതല്ലേ, ഇവരുടെ സീനിയറിനെ. അത് ഞാന്. ഇനി പറ. എനിക്ക് തന്നോടൊന്നും പറയാനില്ല. ഇത്രയും കഷ്ടപ്പെട്ട് എന്റെ മുമ്പിൽ എത്തിയിട്ട് എന്നോടൊന്നും പറയാനില്ലെന്ന് പറഞ്ഞ് പൊക്കളയല്ലേ സാറേ? സാറിന്റെ പ്രശ്നം എന്താ? അശ്വതി വാങ്ങിച്ച പണം. ആള് സാറിന്റെ പഴയ കക്ഷിയല്ലേ? പഴയ കക്ഷി എന്ന് പറഞ്ഞത് മോശം അർത്ഥത്തിലൊന്നും അല്ല. സാറ് കൊണ്ട് കെട്ടിയതല്ലേ. എന്നിട്ട് പാതിരാത്രിക്ക് വേലി ചാടിപ്പോയി. അതൊക്കെ സാറിന്റെ കാര്യം. ഇപ്പൊ എന്താ വിഷയം? നിങ്ങളോട് പണം വാങ്ങിച്ചിരിക്കുന്നത് അശ്വതിയുടെ ഭർത്താവാ. എന്ന് വെച്ചാ പണം വേണമെങ്കിൽ വാങ്ങിച്ചവരോട് ചോദിക്കണമെന്ന്. ഇതല്ലേ പറയാമെന്നത്? ചെക്കും പ്രോമിസറി നോട്ടും അശ്വതിയുടേതാ. സാറിന് കുറച്ച് നിയമങ്ങളൊക്കെ അറിയാലോ. അങ്ങനെ വരുമ്പോ കൊടുത്ത പണം അവരുടെ അക്കൗണ്ടിലേക്കാ പോയത്. അപ്പോ പണം തന്ന് മാത്രമേ സെറ്റിൽ ചെയ്യാൻ പറ്റൂ. അതിപ്പോ അശ്വതി തന്നെ തരണോ നിർബന്ധമൊന്നുമില്ല. സാറ് തന്നാലും മതി. രാഹുൽ, സത്യം പറയല്ലോ സാറേ, സാറാണ് വന്നിരിക്കുന്നതെന്ന് അറിഞ്ഞപ്പോ എങ്ങനെയെങ്കിലും സഹായിക്കണം എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു എനിക്ക്. പക്ഷേ കാശിന്റെ കാര്യത്തില് എന്നെ കൊണ്ട് ആരെയും സഹായിക്കാൻ പറ്റില്ല. കാശിനോടൊക്കെ അങ്ങനെ ഒരു വെറിയായിപ്പോയി. പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെ ആയിപ്പോയി. നല്ല കാശ് വേണം. അപ്പൊ കിട്ടാനുള്ളവരോട് അല്പം ഷാർപ്പായിട്ട് പെരുമാറുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി സാറ് ഞാനും തമ്മിൽ ഒറ്റ ചോദ്യമുള്ളൂ. ഈ പണം സാറിന് സെറ്റിൽ ചെയ്യാൻ പറ്റുമോ? അല്ല, സെറ്റിൽ ചെയ്യുന്നതിനെ കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. പിന്നെന്തിനാ സാറ് സമയം കളയുന്ന? സാറ് പൊക്കോ, അവസാനിച്ചു. ഇതിനപ്പുറം ഇനി ഒരു സംസാരമില്ല. രാഹുൽ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. അശ്വതി ഒരു പാവമാണ്.
കൂടുതൽ ഉപദ്രവിക്കരുത്. ചിലപ്പോൾ ശീലമായിരിക്കും സാറേ. അവരെ ഈ കാര്യത്തിൽ നിന്ന് വെറുതെ വിട്ടാലോ എന്ന് ഞാനൊന്ന് ചിന്തിച്ചു. പക്ഷേ ഇനി വിടില്ല. കാര്യം എന്താണെന്നറിയോ? സാറുള്ളതുകൊണ്ട്. സാറിനെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ. അപ്പൊ സാറിനൊരു പണി തരാൻ അവസരം കിട്ടിയ അത് ഞാൻ വെറുതെ വിടൂ? ഇതുവരെ ഞങ്ങൾ അശ്വതിയുടെ കഴുത്തിൽ കുരുക്കിട്ടില്ല. ഇനിയിപ്പോ അതും സംഭവിക്കും. അത് കഴിഞ്ഞ് കുരുക്ക് മുറുകും. അത് കണ്ട് സാറിന്റെ മനസ്സ് പിടയുകയാണെങ്കിൽ ഞാൻ ഹാപ്പി ആയിരിക്കും. ഇതൊക്കെ കാശിന്റെ ബലോ സാറേ. ഞാൻ രാജാവായി ഇവിടെ നിൽക്കുന്നതും സാറ് തൊഴുകയോട് അപേക്ഷിക്കാൻ നിൽക്കുന്നതും. അപ്പോ അശ്വതിയോട് പറഞ്ഞേക്ക്, ശരിയായ രീതിയിൽ എന്നെ അവള് കാണാൻ പോകുന്നതേ ഉള്ളൂന്ന്. സേവിയറെ, എന്നെ പഠിപ്പിക്കുന്ന സാറാ. വിളിച്ചുകൊണ്ട് വന്ന പോലെ തന്നെ കൊണ്ടുവിട്ടേക്കണേ. വേണമെന്നില്ല, ഞാൻ പൊക്കോളാം. എന്റെ പൊന്നു സാറേ, സാറിപ്പോ ഇതിലൊരു കളി കളിക്കുമല്ലോ. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാ സാറ്. ഇനിയിപ്പോ കേസ് വെച്ച് അവസാനിപ്പിച്ചാലും സാറിനെ നമുക്ക് നല്ല രീതിയിലൊന്ന് കാണേണ്ടി വരും. ഹലോ, മിസ്റ്റർ ജോർജ്. അതെ, ഞാൻ മുത്തശ്ശൻ്റെ വീട്ടിലാ. ഓ, താങ്ക് യു. സാരമില്ല, ഞാൻ കുറച്ച് ബുദ്ധിമുട്ടി. എന്തായാലും തീർന്നല്ലോ. ഇല്ല, വരവുണ്ടാവില്ല. എന്തായാലും ഞാനിത് ഇവിടെ ഇരുന്ന് ക്ലിയർ ചെയ്തോളാം. ശരി, ഞാൻ പിന്നെ വിളിക്കാം. മുത്തശ്ശനെവിടെ? എന്താ മോളെ? ഒരു സന്തോഷമുള്ള കാര്യം പറയാനാ. എന്താ? മുത്തശ്ശൻ വരട്ടെ, ഒന്നിച്ചു പറയാം. എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ. അത് മോളുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം. അതേ കുട്ടിച്ച, മോൾക്ക് എന്തോ സന്തോഷമുള്ള കാര്യം പറയാനുണ്ടെന്ന്. മുത്തശ്ശ, അമ്മയുടെ ഇൻഷുറൻസ് തുക ശരിയായി. ഇനിയിപ്പോ ബാധ്യതകളൊക്കെ തീരും. ഇപ്പൊ വിളിച്ചു പറഞ്ഞതേ ഉള്ളൂ. സത്യം പറഞ്ഞാ ഞാനിതിപ്പോ പ്രതീക്ഷിച്ചതേയില്ല. എന്നെക്കാൾ ഉത്തരവാദിത്തമുള്ള ഒരാള് അതിനു പുറകെ നിന്നു. മിസ്റ്റർ ജോർജ്. അയാൾ മിടുക്കനാ. എന്തായാലും ഇതൊന്നും കഴിഞ്ഞല്ലോ. എന്റെ ഭാരവും കഴിഞ്ഞു. ഞാൻ മുത്തശ്ശന്റെ തലയിലേക്ക് ഇട്ടുതന്ന ഭാരവും കഴിഞ്ഞു. അമ്മയുടെ നല്ല മനസ്സിന്റെ കൂലി തന്നെയാ, അല്ലാതെന്താ? മുത്തശ്ശനെന്താ ഇതൊക്കെ കേട്ടിട്ടൊരു സന്തോഷമില്ലാത്തെ? സത്യത്തിൽ ഇൻഷുറൻസ് തുക കിട്ടിയോ? പിന്നല്ലാതെ. വെറുതെ വന്ന് പറയാൻ എനിക്ക് എന്താ ഭ്രാന്തുണ്ടോ? അതല്ല മോളെ, ആ പണം നീ ചോദിച്ച അന്നു മുതലാ നിന്നെ ഒരു സംശയത്തിന്റെ കണ്ണിലൂടെ ഞങ്ങൾ കണ്ടത്. അതിനി ഉണ്ടാവരുതെന്ന് കരുതിക്കൂട്ടി പറയുന്നതാണോ എന്ന് മുത്തച്ഛൻ ഒരു സംശയം. നിനക്കൊരു വലിയ പ്രശ്നമുണ്ടായിട്ട് നീ അത് ഞങ്ങളിൽ നിന്ന് മറച്ചു വെക്കുകയാണെങ്കിൽ എവിടെയോ ഒരു അകലം ഇപ്പോഴും കിടക്കുന്നുണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം? മുത്തശ്ശനൊന്നും മിണ്ടായിരിക്കോ? ഞാൻ ജോർജിനെ വിളിച്ചു തരാം, ചോദിച്ചു നോക്ക്. അല്ല, ഞാനെന്ത് പണം ചോദിച്ചുകൊണ്ടാണോ മുത്തശ്ശനെ സംശയിക്കുന്നത്? അതിനിടയിൽ വേറൊരാളുണ്ടായിരുന്നല്ലോ ഞാൻ കുഴപ്പക്കാരിയാണെന്ന് വന്ന് പറയാൻ. അതിന്റെ കാരണം നമുക്കൊക്കെ വ്യക്തമല്ലേ? പിന്നെന്താ? അതല്ല മോളെ, മുത്തശ്ശൻ ചോദിച്ചതിലും കാര്യമുണ്ട്. എന്ത് കാര്യം? ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യും, രണ്ടുപേരും കൂടെ ഇരുന്ന് ഇത് സത്യമാണോ നുണയാണോ ഇത് ചർച്ച തുടങ്ങിക്കോ. മറ്റേ ആളില്ലേ, ഡോക്ടർ മൈഥിലി മാമിനെ കണ്ടാ രണ്ടുപേർക്ക് സങ്കടം പറയാനും കരയാനും എളുപ്പമാണല്ലോ. എന്റെ മുത്തശ്ശ, എന്റെ മനസ്സിലിപ്പോ പഴയ ഒരു കാര്യങ്ങളും ഇല്ല. എനിക്ക് സ്വന്തമെന്ന് പറയാൻ ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. മനസ്സ് നിറഞ്ഞ എന്റെ കുട്ടി അങ്ങനെ പറയുകയാണെങ്കിൽ മുത്തച്ഛന് അതിനേക്കാൾ വലിയൊരു സന്തോഷം വേറെ ഇല്ല. എന്നാ ഉറപ്പിച്ചോ, മനസ്സ് തുറന്ന് തന്നെയാ. വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഇനിയിപ്പോ വിദേശത്ത് പോകുന്നതിനെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നില്ല. എന്റെ ലോകം ഞാൻ ഇവിടേക്ക് തന്നെ ചുരുക്കാൻ തീരുമാനിച്ചു. ഹാപ്പിയാണോ?
ലക്ഷ്മിക്കുട്ടിയുടെ മനസ്സിൽ ഇപ്പോഴും ആ ചിന്ത അങ്ങനെ തന്നെ കിടക്കുന്നുണ്ടായിരുന്നല്ലേ? ഞാൻ കുറച്ചു കഴിയുമ്പോൾ പോയി കളയൊന്ന് ഉണ്ടായിരുന്നു. ഞാൻ പോവില്ല മുത്തശ്ശി. എനിക്ക് രണ്ടുപേരെയും അത്രക്കിഷ്ടാ. ആ സുമേജി, മാമില്ലേ? ഉണ്ട്. മോളെങ്ങനെ ഇരിക്കുന്നു? വീടിന്റെ ചിത്രം തന്നെ അങ്ങ് മാറിപ്പോയില്ലേ? ഇപ്പൊ എല്ലാം മോളുടെ കയ്യില. അവളുടെ ചിരി, അവളുടെ കളി എല്ലാം ആ രീതിയിലേക്ക് അങ്ങോട്ട് സെറ്റായി. നല്ല കുട്ടിയാ അവള്. കണ്ടിട്ടും കൊതി മാറുന്നുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗ്യമാണ് അവള്. സാറ് കുഞ്ഞിനെയും കൊണ്ട് ഇനി ഇങ്ങോട്ട് വരുന്നില്ലേ? അതെന്താ സുമേഷിക്ക് ഒരു സംശയം? അല്ല,